ഫൈറ്റ് സൂപ്പറാണ്. സൂര്യയുടെ തിരിച്ചു വരവ് മറ്റേ കഗ്വാനഘട്ടൊക്കെ പറ്റും. കാർത്തിക് സുബ്രാജിന്റെ സ്റ്റൈല് ലെവല് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സൂര്യ അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് എന്ന് പറയാം. നല്ല ക്ലാസ് ലെവൽ BGM-ഉം അതുപോലെ പെർഫോമൻസ് വൈസ് സൂര്യ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ ചിരിപ്പിച്ച് നല്ല കോമഡി. ജോർജ് കൊള്ളാം. ഈ ആക്ഷൻസും പിന്നെ മേക്കിങ്, കാർത്തിക് സുബ്രാജിന്റെ ആ സ്റ്റൈൽ മേക്കിങ്ങും പഴയ ഈ കുറച്ച് സിനിമകള് പുള്ളിയുടെ മുന്നത്തെ സിനിമകൾ വെച്ച് കണ്ടിട്ട് അത്രയും ദഹിക്കുന്നവർക്ക് എന്തായാലും ഇത് മസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന. കങ്കുവെ വെച്ച് നോക്കുമ്പോൾ നല്ല പുരോഗതിയുണ്ട് പടത്തിൽ. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ കാർത്തിക് സുബ്രാജിന്റെ മേക്കിംഗ് അത് ചില സമയത്ത് ഭയങ്കര ഫ്ലാറ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കും സന്തോഷ് നാരായണന്റെ BGM അടിപൊളിയാണ്. BGM ഉള്ളതുകൊണ്ട് ഓരോ സീനും സൂര്യ ശരിക്കും ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലുക്കും അങ്ങനെയുള്ള ഗെറ്റപ്പുകൾ സൂര്യയുടെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും സൂര്യയുടെ അങ്ങനെ അഭിനയ സാധ്യത അങ്ങനെ മുതലെടുക്കുന്ന രീതിയിലുള്ള ആ ഒരു കഥാപാത്രമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. കൂടുതലും പുള്ളിയുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ജോജും ജയറാമും അവരുടെ ജോജും മലയാളത്തിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ജോജു എന്ന് തന്നെ പറയാം. ജോജും സൂര്യയും തമ്മിലുള്ള സീനുകളായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സീനുകൾ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സീനുകളായിരുന്നു. വാച്ചബിളാണ് സിനിമ, ഒരു എന്റർടൈനർ എന്ന രീതിയിൽ കണ്ടിരിക്കാം. പക്ഷെ സൂര്യയുടെ അങ്ങനെ ഗംഭീരമായ പെർഫോമൻസ് പറയാനില്ല. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ലുക്കുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പടം. ഫാൻസിന് വേണ്ടിയിട്ട് കണ്ടിരിക്കാവുന്ന ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൂര്യനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പുള്ളി നല്ല മാക്സിമം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലുക്ക് ഉണ്ട്. അപ്പൊ ഫാൻസിനെ കൈയടിച്ച് അർമാദിച്ച് കാണാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ പുള്ളി അങ്ങനെ അഭിനയിച്ച് തകർക്കുവോ അങ്ങനത്തെ ഒരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയായിട്ട് അങ്ങനെ തോന്നിയില്ല. എന്നാലും ഒരു വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് കൂട്ടാം. പക്ഷെ പടം എനിക്കൊരു ബിലോവർ എക്സ്പീരിയൻസ് ആണ്. ഡീസൻ്റായിട്ട് തുടങ്ങി, എവിടെന്നോ തുടങ്ങി ഇങ്ങോട്ടൊക്കെ പോയൊരു പടമാണ്. എന്നാലും ഡീസൻ്റ് മേക്കിംഗ് ആയിരുന്നു. ഇതൊരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അപ്പോൾ ആ കഥയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പുതിയതായിട്ട്. അതെങ്ങനെ വേറെ രീതിയിൽ എടുക്കാം എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർത്തിക് സുബ്രാജ് പടമായതുകൊണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് വന്നൊരു പടം. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കഥ മാറി വേറെ എങ്ങോട്ടൊക്കെ പോയി. എന്നാലും കണ്ടിരിക്കാമായിരുന്നു പടം. പഴയകാല അത് പോസ്റ്റീസ് പറഞ്ഞ സൂര്യയുടെ ലുക്സ് സ്റ്റൈലിസ് ഓർഗനൈസ് ആയിരുന്നു. ജയറാമേൻ്റെ കോമഡി അത്യാവശ്യം വർക്കായി. ജോജുവിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഇവിടെ ഓവറോൾ നോക്കുവാണെങ്കിൽ കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയാൻ തോന്നിയില്ല. ജസ്റ്റ് ഓക്കെ, എനിക്ക് ഇമോഷണലി അധികം കണക്ട് ആയില്ല. അത് എൻ്റെ പ്രശ്നമായിരിക്കും, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് മൂവി. സൂര്യ ഫാൻസൊക്കെ അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്.